ഇവിടെ KASന്റെ പിന്നെ അപ്പോയിന്റ്മെന്റ്സ് ഈ കഴിഞ്ഞ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് KASകാരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നൊരു സർവീസ് ഉണ്ടാക്കി അതിലേക്ക് ആൾക്കാരെ ടെസ്റ്റും പരീക്ഷയും ഇന്റർവ്യൂ ഒക്കെ നടത്തി എടുക്കുന്നത്. അപ്പൊ ആ ഇന്റർവ്യൂ ബോർഡിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അതിലെ പിന്നെ ഒരു കാൻഡിഡേറ്റിനോട് ചോദിച്ചു എവിടെയാ വർക്ക് ചെയ്തിരുന്നത്. 14 വർഷം ധനവകുപ്പിൽ തന്നെ വർക്ക് ചെയ്തിരുന്നു സെക്രട്ടേറിയറ്റിൽ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു എന്താണ് പിന്നെ റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ പോലുള്ളവർ ജോലി ചെയ്തിട്ടാണ് കേരളം ഇങ്ങനെ ഈ ഫിസ്ക്കൽ ക്രൈസിസിൽ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. കാരണം 14 വർഷം ഫിനാൻസിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിക്ക് എന്താണ് റവന്യൂ കമ്മി എന്നറിഞ്ഞുകൂടാ. ഞാനൊന്ന് പറയട്ടെ റവന്യൂ കമ്മി എന്താണെന്ന്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, എങ്കിലും ഞാനൊന്ന് പറയുക. എന്താണത്? റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിലുള്ള അന്തരം. അതായത് റവന്യൂ വരുമാനം കുറവും റവന്യൂ ചെലവ് കൂടിയിരിക്കുകയും ചെയ്യുക. അപ്പോൾ വരുന്ന ആ വിടവിനെയാണ് റവന്യൂ കമ്മി എന്ന് പറയുന്നത്. അപ്പൊ റവന്യൂ കമ്മി ഈ കുട്ടിക്ക് അതറിഞ്ഞുകൂടാത്ത കുട്ടിക്ക് റവന്യൂ വരുമാനം എന്ത് എന്ന് ചോദിച്ചാൽ അറിയാമോ? റവന്യൂ വരുമാനം എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചു എന്താണ് റവന്യൂ വരുമാനം, ആ കുട്ടിക്ക് അതും അറിഞ്ഞുകൂടാ. അപ്പൊ നികുതി വരുമാനം, നികുതിയേതര വരുമാനം ഞാൻ പറഞ്ഞു കൊടുത്തു ഇന്റർവ്യൂ ബോർഡിലാണെങ്കിലും. ഇനി റവന്യൂ ചെലവുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. അതും ആ കുട്ടിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ചെലവുകൾ എന്ന് പറയുന്നത് ശമ്പളം, പെൻഷൻ, ഇൻട്രസ്റ്റ്, പിന്നെ സെക്രട്ടേറിയറ്റിലെ ഒക്കെ നിത്യനിദാന ചെലവുകൾ. ഇതൊക്കെ ഞാൻ വേറെയും കുറെ കാര്യങ്ങൾ അതിനകത്ത് വരും. ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഈ പറയുന്നതിന്റെ ഞാൻ അപ്പൊ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 14 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും പ്രൊമോഷന്റെ സമയമാകും. പ്രൊമോഷൻ എത്തി അതൊരു ഉയർന്ന പദവിയിലേക്ക് എത്തുന്നു. അപ്പോഴും ഈ കുട്ടിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ഓർക്കണം, റവന്യൂ വരുമാനം എങ്ങനെയാ വർദ്ധിക്കുക? അതിന്റെ റവന്യൂ സമാഹരണം വർദ്ധിക്കണം. എന്ന് വെച്ചാൽ നികുതി സമാഹരണം വർദ്ധിക്കണം, നികുതിയേതര വരുമാന സമാഹരണം വർദ്ധിപ്പിക്കണം. ഈ നികുതിയേതര വരുമാനം, നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലെ 36 വകുപ്പുകളിലായി നിരന്ന് കിടക്കുകയാണ്. ഓരോ വകുപ്പും എഫിഷ്യന്റ് ആയാൽ നികുതിയേതര വരുമാന സമാഹരണം ശക്തമാകും. നികുതിയാണെങ്കിൽ നികുതി വകുപ്പിൽ മാത്രമാണെന്ന് പറയാം. ഈ നികുതിയേതര വരുമാനം അത് കാരണം കൊണ്ടാണ്, ഓർമ്മിക്കണം, വേൾഡ് ബാങ്ക് 2002 നടത്തിയ ഒരു പഠനം പറയുന്നത് 168 രാജ്യങ്ങളെ മുൻനിർത്തി നടത്തിയ പഠനത്തിൽ വേൾഡ് ബാങ്ക് കണ്ടെത്തിയത് എന്താണെന്നറിയാമോ? ശരാശരി നികുതിയേതര വരുമാനം, അതായത് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ 40% വരുന്നത് നികുതിയേതര വരുമാനമാണ്. ശരാശരി 168 രാജ്യങ്ങളുടെ ശരാശരിയായി ഈ പറഞ്ഞ്. പക്ഷേ കേരളത്തിൽ അത് 10% താഴെയാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. കേരളത്തിലെ നികുതിയേതര വരുമാന സമാഹരണം ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെന്റിന്റെ 36 വകുപ്പുകളിലായിട്ട് ചിന്നിച്ചിതറി കിടക്കുകയാണ്. ആ നികുതിയേതര വരുമാന സമാഹരണത്തെ പറ്റി അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ അത് സമാഹരിക്കില്ലേ? ഇത്ര അധികം ഫിസ്ക്കൽ ക്രൈസിസ് ഉള്ള ഒരു സംസ്ഥാനത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് എന്താണ് വരുമാനം, എന്താണ് നികുതിയേതര വരുമാനം, എന്താണ് ഈ ഒരു വരുമാന ചെലവ്, ഇതൊക്കെ കാര്യങ്ങൾ അറിയണം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തു വേണം സെക്രട്ടേറിയറ്റിൽ പ്രൊമോഷൻ കൊടുക്കാൻ. അത് ഈ കമ്മിറ്റി, അതായത് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുന്നുണ്ട്. അതാണ് ഈ കമ്മീഷന്റെ പ്രത്യേകത. അപ്പോൾ അവർ പറയുന്നുണ്ട്, അസിസ്റ്റന്റിന്റെ പദവിയിൽ നിന്ന് സ്പെഷ്യൽ സെക്രട്ടറിയുടെ പദവിയിലേക്ക് എത്തുന്നതിന് മുൻപ് 2 ടെസ്റ്റ് എങ്കിലും പാസ്സാകണം. കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു അസിസ്റ്റന്റ് ആയിട്ട് സർവീസിൽ കയറിയ ഒരാള് ഒരു സ്പെഷ്യൽ സെക്രട്ടറിയുടെ പദവിയിലേക്ക് എത്തുന്നതിന്, പ്രൊമോഷൻ കിട്ടി എത്തുന്നതിന് മുൻപ് 2 ടെസ്റ്റ് എങ്കിലും പാസ്സാകണം. ഇപ്പോൾ ഒരു ടെസ്റ്റും ഇല്ല. അങ്ങനെ ടെസ്റ്റ് പാസ്സായാലാണ് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കും. അപ്പൊ ഒന്നും പഠിക്കണ്ടെങ്കിൽ മുമ്പിൽ വരുന്ന ഫയൽ അതിൽ എന്തെഴുതിയിരിക്കുന്നു അതിനൊരു റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് കവിഞ്ഞൊന്നും അവർക്ക് ചെയ്യണ്ട. പക്ഷെ ആ ഫയലിന്റെ മോട്ടീവ് എന്താണ്
എന്നറിയാൻ അവർക്ക് താല്പര്യമില്ല, അവരത് പഠിക്കുന്നില്ല. ആ മോട്ടീവ് അറിയാതെ സൈൻ ചെയ്ത് എങ്ങോട്ടാ വിട്ടത്, എന്തിനാ വിട്ടത് ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ വരരുത്. അവിടെ എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് തന്നെ അറിയാം, എന്നോട് വളരെ അടുപ്പമുള്ള ഒരു വനിത സെക്രട്ടേറിയറ്റിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് അവർ റിട്ടയർ ചെയ്തു. അവരെന്നോട് പറഞ്ഞു, പല വകുപ്പുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ 35 വർഷം സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്തു, പക്ഷെ ഇപ്പൊ പിരിയുമ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്താ ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ എന്ന്. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതുപോലെയുള്ള അജ്ഞത, ആ അജ്ഞതയ്ക്ക് എഫിഷ്യൻസി എന്ന് നമുക്ക് പറയാം. അവർ ശരിക്കും പറഞ്ഞാൽ നല്ല മിടുക്കിയായ ഒരു സ്ത്രീയായിരുന്നു. പക്ഷെ അവർക്ക് വേണ്ടിയിരുന്നത് ആ മോട്ടിവേഷൻ, അതായത് അവർ ചെയ്യുന്നതിനെ പറ്റി അവർ തന്നെ അറിയത്തക്ക രീതിയിലുള്ള ആവശ്യങ്ങൾ ഉണ്ടായില്ല. ഇതുപോലെ ടെസ്റ്റോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അവിടെ ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ പണ്ട് കോളേജുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ കോളേജുകളിലും അങ്ങനെയുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഞാൻ കോളേജ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് എഫിഷ്യൻസി എന്ന്. അപ്പൊ എവിടെയാണെങ്കിലും ഓറിയന്റേഷൻ വേണം. താൻ ചെയ്യുന്ന വർക്ക്, ഇനി ചെയ്യാൻ പോകുന്ന വർക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി നല്ലവണ്ണം നോളജ് ഉള്ളവർക്ക് മാത്രമേ അതിലെ മുഴുകി ജോലി ചെയ്യാൻ ഒക്കുള്ളൂ. അങ്ങനെ മുഴുകി ജോലി ചെയ്യുമ്പോഴാണ് ആ ജോലിയോട് നീതി പുലർത്താനാവുക. ഇപ്പോൾ കമ്മിറ്റി നിഷ്കർഷിക്കുന്നത് ഒരു പദവിയിൽ നിന്ന് മറ്റൊരു പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുമ്പോൾ ഒരു ടെസ്റ്റ്, പ്രൊമോഷന് വേണ്ടിയുള്ള ഒരു എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നല്ലതാണ്. അത് എല്ലാ രാജ്യങ്ങളിലും, അതായത് ഈ പിന്നെ തൊഴിലാളികളുടെ ഏത് തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ആണെങ്കിലും അവരുടെ എഫിഷ്യൻസി കൊണ്ടാണ് പിന്നെ ആ പ്രസ്ഥാനം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ എഫിഷ്യൻസി ടെസ്റ്റ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സാങ്കേതിക മികവില് എപ്പോഴൊക്കെ മാറ്റം വരുന്നുവോ ആ മാറ്റം വരുന്ന സാങ്കേതിക മികവ് കരസ്ഥമാക്കുവാനുള്ള ഒരു റീസ്കില്ലിംഗ്, ഓറിയന്റേഷൻ എല്ലാം ഇപ്പോഴും ആവശ്യമായിട്ട് വരും. അപ്പൊ ഈ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ടിനെ അടിയന്തരമായി ഗവൺമെന്റ് പരിഗണിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മലയാളികളെ, നമ്മൾ എല്ലാവരും ഇതിനു വേണ്ടി ശക്തമായി സ്വരമുയർത്തണം. മാധ്യമങ്ങളും ഇതിനു വേണ്ടി സ്വരമുയർത്തണം. കാരണം കേരളത്തെ ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ നിന്ന്, ഈ ധനപ്രതിസന്ധിയിൽ നിന്ന്, പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ നിന്ന് കരകയറ്റണമെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യക്ഷമത വർദ്ധിക്കണം. സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യക്ഷമത എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന മന്ത്രിമാരുടെ കാര്യക്ഷമത മാത്രമല്ല, അവർക്ക് വേണ്ടി എല്ലാത്തരം സാങ്കേതികം മുതൽ ഉള്ള താഴോട്ടുള്ള എല്ലാത്തരം ജോലികളും ചെയ്യുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ മുഴുവൻ കാര്യക്ഷമതയും ഒരുപോലെ വർദ്ധിക്കണം. അപ്പൊ അതിനുള്ള അവസരം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്കും പരിശ്രമിക്കാം എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്.